ഹലോ ഫ്രണ്ട്സ്, ഇത് കാണുന്നതുണ്ട്, ഇത് ഞങ്ങളുടെ പച്ചക്കറിയാണ്, വഴുതന നട്ടിരിക്കുന്നതാണ്. ഈ കാണുന്നതെല്ലാം വഴുതനങ്ങയാണ്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ നട്ട് 2 വർഷമായതാണിത്. ഇതിപ്പോൾ വീണ്ടും അത് നല്ലവണ്ണം കായ്ക്കുന്നുണ്ട്. ഇതേണ്ട, ഇതെല്ലാം ഞങ്ങളുടെ വഴുതനയാണ്. നല്ലവണ്ണം ഇത് കായ്ച്ചു വരുന്നുണ്ട്. ഇപ്പോൾ 2 വർഷമായാണ് നിറച്ച് കായ്ച്ച്. ഇപ്രാവശ്യം തന്നെ നമുക്കൊരു ഒരുപാട് കായകൾ കിട്ടി. അതുപോലെ നിങ്ങൾക്കും വീടുകളിലൊക്കെ കുറച്ച് സ്ഥലമുള്ളവർക്കും ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താവുന്നതേ ഉള്ളൂ. ഇത് ചട്ടി നട്ടിരിക്കുന്നത് തക്കാളിയാണ്. ടൊമാറ്റോ എല്ലാം ചട്ടികളിലാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മൂട് ടൊമാറ്റോ നട്ട് കഴിഞ്ഞാൽ മതി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള. 10 മൂടിൻ്റെ ആവശ്യമില്ല, 2 മൂടുണ്ടെങ്കിൽ കിട്ടും. അത് നമ്മൾ 2-3 ബാച്ചായിട്ട് വയ്ക്കണമെന്നേ ഉള്ളൂ, ഒന്നിച്ച് വയ്ക്കാണ്ട് 2-3 ആദ്യം ഒരു 5 കെട്ടി വയ്ക്കുക, രണ്ടാമത് 5 വയ്ക്കുക, പിന്നെ ഒരു 5 വയ്ക്കുക. അങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ എല്ലാ ദിവസവും ടൊമാറ്റോ വീട്ടിലുണ്ടാവും, വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ പച്ചമുളകാണ്. ഇത് പച്ചമുളക് അത്തി കമ്പ് വെട്ടി നട്ട് പൊടിപ്പിച്ചെടുത്തതാണ്. കായ് നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. ഇതാണ്ട്, ഇത് വെണ്ടയുണ്ട്, ഇതുണ്ട്, ഇത് കോവൽ. ഇത് കോവലിപ്പോൾ നമ്മൾ നട്ടിരിക്കുന്നത് ചട്ടി നട്ട് അതിൻ്റെ വളർന്നതിന് ശേഷം അതിൻ്റെ വേര് ഇപ്പോൾ വെള്ളത്തിലിട്ടാണ് വെച്ചേക്കുന്നത്. വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ചട്ടി ഇറക്കി വെച്ചിട്ടുള്ളത്. കോവൽ എല്ലാം പൂത്ത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് വള്ളി നട്ടതാണ്. ഈ ബക്കറ്റിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് വേറൊരു അത്തിയാണ്. ഇത് കറിവേപ്പില. എല്ലാം ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. നമ്മളെ വീട്ടിന് ആവശ്യമുള്ള എല്ലാ സാധനവും നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് അത്തി വേറെ ഒരെണ്ണം എന്നുള്ളതാണ് നട്ട്. ഇതെല്ലാം കമ്പ് ഈ പ്രാവശ്യം വെട്ടി നട്ടതാണ് ഞാൻ. എല്ലാം നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് പാവൽ കണ്ട. ഇത് നമ്മളിങ്ങനെ മുകളിലോട്ട് പൊക്കി വളർത്താതെ സൈഡിൽ കമ്പിങ്ങനെ വെച്ചിട്ട് സൈഡ് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് മതിൽ പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. പാവല്, ഇത് 3 മൂട് പാവലേ ഉള്ളൂ, പക്ഷെ നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത് പുതിന. ഇത് പച്ചമുളക്, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. എല്ലാം പച്ചമുളകാണ്, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. പാവൽ കായ്ച്ച് കിടക്കുന്നുണ്ട്, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. നിറച്ച് കായ്ക്കും, എങ്ങനെ ഇട്ടാലും മതി. നമ്മൾ വെള്ളവും കൊടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ മുകളിൽ പന്തലിടിച്ചതിനെ വിടണമെന്നില്ല. ഇതൊരു ബീൻസാണ്, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് 2-3 മൂടേ ഉള്ളൂ, നല്ലവണ്ണം വന്നിട്ടുണ്ട്, നിറച്ച് കായ്ച്ച് നിൽക്കുകയാണ്. ഇത് മത്തൻ. അവിടെയും കിടപ്പുണ്ട്. ഇത് ഫുള്ളായിട്ട് മത്തനാണ്. ഇത് തണ്ണിമത്തൻ. നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ജമന്തി. ഇത് നമ്മുടെ കുക്കുമ്പർ. ഇപ്രാവശ്യം നമ്മൾ മുകളിൽ പന്തലിട്ടില്ല, അല്ലാതെ നമ്മളിങ്ങനെ 2 സൈഡിൽ നിന്ന് സ്റ്റീല് ചരിച്ച് വെച്ചിട്ടാണ് വളർത്തുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പാവൽ വളർത്താൻ പറ്റും.
പടവലം വളർത്താൻ പറ്റും ഇങ്ങനെ ഇതുപോലെ പന്തലിട്ടിട്ട്. ഇതാകുമ്പോൾ നമുക്ക് കീടത്തിനുള്ള മരുന്ന് പ്രയോഗം എളുപ്പമാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ നമുക്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ ചെയ്യാമെന്നുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മുടെ കൃഷി രീതികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുള്ള കൃഷികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.